വൈറ്റ് ആണിയൻ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്കും ഇപ്പോൾ സുഖമായിട്ട് വരുന്നത്. ഞാൻ ആദ്യം തന്നെ പറയാം, എൻ്റെ സൗണ്ടൊന്നും തീരെ ക്ലിയർ ഇല്ല, ഭയങ്കര ഡിസ്റ്റർബായിട്ടുള്ള. ഈ വ്ളോഗ് ഒരു 3-4 ദിവസത്തെ വിശേഷങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുന്നതിൻ്റെ തലേ ദിവസം അന്ന് രാത്രി ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്സാണ് ഇത്. ഞാൻ ശരിക്കും 8 ദിവസമാണ് നാട്ടിൽ പോയിട്ട് നിന്നിട്ടുണ്ടായിന്. ഇപ്പോൾ ഒമാനിൽ വന്നിട്ട് 2-3 ദിവസമായി. പിന്നെ ഇല്ലേ, ഇങ്ങോട്ടേക്ക് ഞാൻ തിരിച്ചു വരുന്നതിന് മുന്നേ നിങ്ങൾ കുറേ ആൾ എന്നോട് ചോദിക്കുന്നില്ലേ നിങ്ങളെ വീടൊന്ന് കാണിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിനെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീടെടുക്കുന്ന ഇക്കാൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇക്കാൻ്റെ പഴയ തറവാട് പൊളിച്ചിട്ട് തന്നെയാണ് ഞാൻ പണ്ട് പറഞ്ഞിന്. അപ്പോൾ ഇതാണ് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ. പ്ലാസ്റ്ററിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇത്രയും കാലം വീടൊന്നും കാണിച്ചിട്ടൊന്നും ഇല്ലേനു. ഞാൻ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാര്യം ഈ പണി നടക്കുന്ന വീട് കാണിച്ചിട്ട് ഇപ്പം എന്നാ വേണ്ടതെന്ന് വിചാരിച്ചിട്ട്. ഒന്നാമതൊന്നും മനസ്സിലാവില്ല, ഈ കല്ല് വെച്ചാലൊന്നും ഒരു ഡീറ്റെയിലിംഗ് ഒന്നും മനസ്സിലാവില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് ഈ തേപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഓക്കെ. ഇപ്പം തേപ്പ് തുടങ്ങിയിട്ട് 2 ആഴ്ചയെങ്ങാനും ആയി. 1-1.5 മാസം ഉണ്ടാവുന്നതിനു പറഞ്ഞിന്. അപ്പോൾ കുറച്ച് ഭാഗമെല്ലാം ഇങ്ങനെ തേച്ച് വരുന്നു. പിന്നെ ഇതിപ്പോൾ സെൻട്രാളെല്ലാം നിങ്ങൾ കാണുന്നു കേട്ടോ. സെൻട്രാളും കിച്ചണും എല്ലാം ഇത് മേലെ എന്താ പറയുക, മേലെ ബാക്ക് സൈഡെല്ലാം ഇതെല്ലാം നമ്മളും പോയി നോക്കുന്ന സമയത്ത് ഞാനങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തതാണ്. ഇതും മേലെ ഭാഗം തന്നെയാണ്, മേലെ ഒരു സൈഡ് ഭാഗം എല്ലാം തന്നെയാണ്. ഇപ്പം ഇങ്ങനെ കാണിച്ചാലൊന്നും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്നൊക്കെയറിയാം. അപ്പോൾ ഇങ്ങനെയെല്ലാം അവസ്ഥ ഉള്ളത് കേട്ടോ. ഇത് ഡൈനിങ് ഏരിയ അങ്ങനെയെല്ലാം വരുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെ കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ വീടിൻ്റെ വീഡിയോസൊന്നും ഇതുവരെ ഷെയർ ആക്കാണ്ട് നിന്നിന്. ഇൻഷാ അല്ലാ എല്ലാം പണിയെല്ലാം കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എല്ലാം കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഇതിപ്പം ഞാൻ തിരിച്ച് വരുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എയർപോർട്ടിൽ നിന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാര്യം നമ്മൾ തിരിച്ചു വരുന്നതെല്ലാം ഭയങ്കര തിരക്കില്ലേനു. 8 ദിവസമാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്നിട്ടുണ്ടായിനും. അപ്പം നമ്മൾ ലാസ്റ്റ് സൺഡേ ഞായറാഴ്ച തിരിച്ചിങ്ങോട്ടേക്ക് വന്ന്. ഞായറാഴ്ച സ്കൂളില്ലേനു കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം കൂടി നിന്ന്, ഇവിടെ ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് അങ്ങനെ ലീവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞായറാഴ്ച തിരിച്ച് വന്ന് ഇതിപ്പോൾ നമ്മൾ മസ്കറ്റ് എയർപോർട്ടിലെത്തിയതാണ്. പിന്നെ നേരെ തിരിച്ച് റൂമിലേക്ക് വന്ന് പിന്നെ റൂമിൽ വന്നതാ ഓർമ്മയുള്ളൂ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 2-3 ദിവസം നമ്മൾ ഇന്ന് വരെ ഞാൻ പറഞ്ഞില്ലേ സൗണ്ട് ശരിയായിട്ടില്ലയെന്ന്, നമ്മൾ ശരിക്കും കിടന്നു പോയിന്. എന്താ പറയുക, സുഖമില്ലാണ്ടായി. പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു ടൈപ്പ് വൈറസ് ആയിരിക്കും. ഭയങ്കര ക്ഷീണമുള്ള വൈറൽ ഫീവറും കാര്യങ്ങളെല്ലാം ആയിട്ട് ഹോസ്പിറ്റലിൽ പോകലും ഇഞ്ചക്ഷൻ എടുക്കലും അങ്ങനെയെല്ലാം ആയിട്ട് മൊത്തം സൈഡായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വല്ലാണ്ടങ്ങ് സൈഡായി പോകാനും കാരണം ഞാൻ വന്ന പാടെ തന്നെ ഒരാഴ്ച പൂട്ടിയിട്ടുകൊണ്ട് ഭയങ്കര പൊടിയല്ലേ. പിന്നെ നോമ്പും എല്ലാം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേഗം അങ്ങ് ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന അന്ന് തന്നെ ഞാൻ മൊത്തം അടിച്ചു വാരലും പൊടി വൃത്തിയാക്കലും ക്ലീനിങ്ങും എല്ലാം ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കൊണ്ടും വല്ലാണ്ടങ്ങ് ഞാൻ ടയർഡായിപ്പോയിന്. പിന്നെ ഇതെല്ലാം നമ്മളൊന്നും ഫുഡൊന്നും ഉണ്ടാക്കി കൊണ്ടായിട്ടില്ല. ഇക്ക ബേക്കറിയിൽ പോയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങിനേനു. പിന്നെ ചെറിയ ചക്കയില്ലേ അതും ഉണ്ടാകുന്നേനു. പിന്നെ അരിപ്പൊടി അങ്ങനെ. പിന്നെ കുറച്ച് ആൾക്കാർ അവർ കൊടുത്തയച്ച സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതിലില്ല, വേറൊരു പെട്ടിയിൽ കുറേ ആൾ അവർക്ക് വേണ്ടി നമ്മളെ റിലേറ്റീവ്സിനെല്ലാം കൊടുത്തയച്ച കുറച്ച് സാധനങ്ങളുണ്ടേനു. പിന്നെ ഇത് നമ്മൾ കിണ്ണത്തപ്പം ഒരു 5-6 എണ്ണം വാങ്ങിനേനു. അതെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ കൊണ്ടുപോയ കുറച്ച് ഡ്രസ്സ്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തർക്ക് ഇങ്ങനെ ഞാൻ പാക്ക് ചെയ്തിട്ട് വന്ന പിറ്റേന്നെല്ലാം അങ്ങനെ കൊടുത്തയച്ചിട്ടാണ്. പിന്നെ അങ്ങനെ അപ്പോൾ അങ്ങനെയില്ലാന്ന് ലാസ്റ്റ് 2 ദിവസം ഉണ്ടായിന്. ഞാൻ ശരിക്കും വല്ലാണ്ട് സൈഡായി പോകാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, നോമ്പെല്ലാം തുടങ്ങുന്നതുകൊണ്ട് ഞാൻ ഫുള്ള് പൊടിയെല്ലാം കണ്ടുതരും. പിന്നെ എനിക്ക് എന്തോ അപ്പം തന്നെ ക്ലീൻ ആക്കണം തോന്നി. പിന്നെ ഫർണിച്ചറെല്ലാം മാറ്റി, സോഫയെല്ലാം മാറ്റി, ഫുള്ള് പൊടിയെല്ലാം ക്ലീനാക്കി അന്ന് രാത്രി ഫുള്ള് ഞാൻ പണിയെടുത്ത്. പിന്നെ വന്ന ക്ഷീണവും പിന്നെ ഈ പനീൻ്റെ സ്റ്റാർട്ടിങ്ങും എല്ലാം കൂടി ആയിട്ട് നോക്കുമ്പോൾ
ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ലേനു. ഇക്കാക്കും സെയിം, ഇക്കാക്ക് ഭയങ്കര വിറലും പനിയും അങ്ങനെയെല്ലാം ആയിട്ട്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഇവിടെ നല്ല തണുപ്പുണ്ടേനു. പിന്നെ നാട്ടിൽ ഭയങ്കര ചൂടല്ലേ, അന്നേരം ചൂടിൽ നമ്മൾ കുറേ വെള്ളം കുടിച്ച്, തണുത്ത വെള്ളവും തണുത്ത സാധനങ്ങളെല്ലാം കുറേ തിന്നണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോൾ പിന്നെയും തണുപ്പായി. അങ്ങനെ ക്ലൈമറ്റ് പെട്ടെന്ന് മാറിയോണ്ട് നമ്മളങ്ങനെ സാഡായി പോയതായിരിക്കും. അങ്ങനെ പിന്നെ ആദ്യം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക വാങ്ങി കുടിച്ച് അങ്ങനെ ശരിയാവുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ നോക്കുമ്പോൾ തീരെ നമുക്ക് പറ്റുന്നില്ല. ഒരു ദിവസം അങ്ങനെ നോക്കി, അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് നല്ല പനിയുണ്ടെന്ന് പറഞ്ഞ്, പിന്നെ ഇൻഫെക്ഷൻ ഉണ്ട് തൊണ്ടയിൽ, അങ്ങനെയെല്ലാം ആയിട്ട് നമ്മൾ അവിടുന്ന് ഇഞ്ചക്ഷനെല്ലാം എടുത്ത് തിരിച്ചു വന്ന്. ഇതിപ്പോൾ ആലു സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്ന സമയത്തേനു കേട്ടോ. പിന്നെ ഓളെ മാറ്റിച്ചു കൊടുക്കാൻ നിൽക്കാണ്ട് നമ്മൾ ഇറങ്ങിനേനു ഹോസ്പിറ്റലിലേക്ക് പോകാൻ. പിന്നെ ഓളെ അങ്ങനെ തന്നെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതേനു. ഇന്നുവിൻ്റെ സ്കൂൾ വിടുന്ന സമയം ആയിട്ടില്ല, അത് ആലുവിനെ മാത്രം കാണുന്നു. പിന്നെ എനിക്കില്ലേ ഇവരെ രാവിലെ സ്കൂളിൽ അയക്കാനൊന്നും പറ്റുന്നില്ലേനു രാവിലെ എണീച്ചിട്ട്. പക്ഷെങ്കിൽ നമ്മളിപ്പം 5 ദിവസത്തോളം ലീവായല്ലോ, അതുകൊണ്ട് എങ്ങനെയല്ലോ കഴിയാണ്ടേനു രാവിലെയല്ലോ സ്കൂളിലെല്ലാം അയച്ചാൽ. വല്ലാത്ത അവസ്ഥയേനു ആ സമയത്തിപ്പോൾ. അങ്ങനെയെല്ലാം ക്ഷീണമാകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നില്ലേ, ഒന്നും കഴിയുന്നില്ല, ആരെങ്കിലും ഒരാൾ വേണേനു എന്ന് വിചാരിക്കും. എന്താ പറയുക, ഒരു ഹെൽപ്പിന് ഒരാൾ വേണേനു എന്നെല്ലാം ആ സമയത്ത് വിചാരിക്കും കേട്ടോ. ഇക്കാക്കും കഴിയാണ്ടാവും, പിന്നെ ഭയങ്കര ഒന്നിനും പറ്റാത്ത അവസ്ഥയായി പോവും. അങ്ങനെ പിന്നെ എന്താ പറയുക, ഇപ്രാവശ്യം അങ്ങനെ റമളാൻ്റെ ക്ലീനിങ് വീഡിയോ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ അങ്ങനത്തെ വീഡിയോസൊന്നും ഇല്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ക്ലീനിങ്ങിൽ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാണ്ട് പെട്ടെന്ന് ക്ലീനാക്കുക ചെയ്തിന്. കാര്യം എനിക്ക് സമയമില്ലല്ലേനു, നാട്ടിൽ പോലും വരലും എല്ലായിട്ട് മൊത്തം തിരക്കല്ലേനു, അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ മേക്ക് ആൻഡ് ഫ്രീസ് ഐറ്റംസ് ഒന്നും ഞാൻ ഉണ്ടാക്കലില്ല. എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്നില്ലേ, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പടെ തന്നെയാണ് സ്നാക്കെല്ലാം ഉണ്ടാക്കൽ. പക്ഷേ മേക്ക് ആൻഡ് ഫ്രീസ് വീഡിയോസ് എല്ലാം ചെയ്യുന്ന കുറേ ആൾ കമൻറ്റിൽ പറയുന്നതുകൊണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ടെല്ലാം മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രിപ്പറേഷനൊന്നും പൊതുവേ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഈ സർബത്തെല്ലാം ഉണ്ടാക്കി വെക്കണമെന്നുണ്ടേനു, അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിനിപ്പം ഉണ്ടാക്കണം ഇൻഷാ അല്ലാ. അന്നേരം ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ചെറിയ സംഭവങ്ങളെ ഞാൻ ചെയ്യലുള്ളൂ, അല്ലാണ്ട് മേക്ക് ആൻഡ് ഫ്രീസ് ഐറ്റംസ് ഉണ്ടാക്കി വെക്കലൊന്നും ഇല്ല. പിന്നെ അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഞാനില്ലേ കുറച്ച് കുഞ്ഞു ചക്ക കൊണ്ടുവന്നിട്ടില്ലേ, ഇടിച്ചക്ക, അതെല്ലാം ഓരോരുത്തർക്ക് കൊടുത്തിട്ടാണ്. പിന്നെ ഒന്ന് എൻ്റെ അടുത്തുണ്ടേനു, അതിനെക്കൊണ്ട് നമുക്ക് ഓക്കെ ആയിരം ഞാൻ ബിരിയാണി ഉണ്ടാക്കലാന്നേ. വന്നിട്ട് 2-3 ദിവസം ഉച്ചക്കെല്ലാം ഫുൾ ടൈം കഞ്ഞിയേനു, ഉച്ചയ്ക്കും രാത്രിക്കും എല്ലാം കഞ്ഞിയേനു. പല ടൈപ്പിൽ കഞ്ഞി ഉണ്ടാക്കി കുടിക്കലേനു കേട്ടോ. ഓട്സ് വെച്ചിട്ടുള്ള കഞ്ഞി, സാധാരണ കഞ്ഞി ഉണ്ടാക്കി മടുത്തിട്ട് വേറെ എന്തെല്ലോ അങ്ങനെ ചൂടുള്ള ഐറ്റംസ്, ഈ കഞ്ഞി പോലത്തെ ഐറ്റംസ് ഉണ്ടാക്കൽ തന്നെയായിരുന്നു. വേറെ ഒന്നും ചോറ് ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചില സമയത്ത് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ പിടിക്കുന്നില്ല, അതുകൊണ്ടൊക്കെ വോയിസ് കൊടുക്കാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും ഒരു മൈൻഡ് ഇല്ലേനു കേട്ടോ. പിന്നെ ഇല്ല ചക്ക ഞാൻ മൊത്തം ക്ലീനാക്കി എടുത്തിന്. കട്ടിങ് ബോർഡ് മേലെ അതിൻ്റെ പശ ആയിപ്പോയി. ഞാൻ ആക്കാണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചതിന്, പക്ഷെ ആയിപ്പോയി. അങ്ങനെ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ഞാനിന്ന് ചക്ക ബിരിയാണി വന്നിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. വലിയ സ്റ്റോറിയൊന്നുമല്ല, ഞാനിതൊരു 2-3 വർഷം മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇടിച്ചക്ക വെച്ചിട്ടുള്ള ബിരിയാണി. അത് എവിടുന്നാന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു നെയ്ബർ എന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മുംതാസ് എന്നാണ് പേര്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു 3 വർഷം മുന്നേ ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൊണ്ടുതന്നു. സാധാരണ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അപ്പുറത്തെ വീട്ടിൽ നിന്നും കൊണ്ടുതന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും തിന്നാൻ. പക്ഷേ ഈ ചക്ക ബിരിയാണി എന്ന് കേട്ടുകൊണ്ട് പിന്നെ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. ഈ ചിക്കനും ബീഫൊന്നും ഇല്ലാത്ത ബിരിയാണിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലേനു. അപ്പം ഞാനില്ലേ മെയിൻറ്റ് ചെയ്യാണ്ടിന്ന്. അപ്പോൾ ഇക്കാൻ്റെ സിസ്റ്റർ പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരൊറ്റ പ്രാവശ്യം കഴിച്ച് നോക്കിയതാണ്. നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്, നമ്മൾ സാധാരണ ബിരിയാണിയെല്ലാം പോലെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി. അപ്പോൾ അന്നേരം ഞാൻ 3 വർഷമായി ഞാൻ കഴിച്ചിട്ട്.
അന്നേരം ഉണ്ടാക്കി നോക്കണം എന്നിങ്ങനെ മൈൻഡിലുണ്ടേനു. എന്നിട്ട് ഇപ്പാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കാൻ കാര്യം എന്തെങ്കിലും സാധാ ചോറിന് വറവെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേനും ഈ തോരനാക്കൂലേ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടേനും ഞാൻ കൊണ്ടാന്ന്. പിന്നെ സാധാ ചോറൊന്നും ആക്കേണ്ട ഒരു മൂടില്ല. പിന്നെ ഞാൻ ഓർമ്മ വന്നേന്നാ പിന്നെ പണ്ട് കഴിച്ച ചക്ക ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കി നോക്കല. ചക്ക ആദ്യം ക്ലീൻ ആക്കിയിട്ടില്ലേ, കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ വേറെ പാത്രത്തിൽ. പിന്നെ ഇതിൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് മസാല ഉണ്ടാക്കാം. നെയ്യാണ് ഞാൻ കൂടുതലെടുത്തത്, കാര്യം ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 3 ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3ഉം കൂടി ഒന്ന് ക്രഷാക്കിയതാണ്. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പം ഏകദേശം ഒരു 3 കപ്പ് അരിക്കാണ് കേട്ടോ എടുക്കുന്നത്. അരിക്കാന്ന് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. 1/2 കിലോ അരി അത്രയും ഉണ്ടാവും. അപ്പോൾ ഉള്ളിയില്ലേ നല്ലോണം വാടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് അത് നല്ലോണം വാടി വരണേ, പച്ചമണമെല്ലാം ഒന്ന് മാറി, പച്ചമുളകിൻ്റെ എല്ലാം ആ റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറി ഉള്ളിയെല്ലാം നല്ലോണം വാടി വരണം. ആ സമയത്തിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി രണ്ടും ഓരോ ടീസ്പൂണും, പിന്നെ 1/2 ടീസ്പൂൺ വെച്ചിട്ട് ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം, അതെല്ലാം കൂടി ഇട്ടണേ. ഗരം മസാല നല്ല ഫ്ലേവറും എല്ലാം ഉള്ളതാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. ഫ്ലേവറെല്ലാം കുറഞ്ഞ ടൈപ്പ് ഗരം മസാല ഉണ്ടാവില്ലേ, അത്ര സ്മെല്ലൊന്നും ഇല്ലാത്ത, അതാണെങ്കിൽ 1 ടീസ്പൂണോളം എടുത്തു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കുക. പിന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളി, പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഒരു 1/4 വേവാവണേ. എന്നാലേ ബാക്കി ഒരു 1/4 ഭാഗത്തോളം മസാലയിൽ കിടന്ന് വന്നോളും. പിന്നെ മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പില്ലേ ഈ തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞ് ചക്ക ഒരു 1/4 ഭാഗത്തോളമല്ലേ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വേവാനും ഉണ്ട്. അപ്പം നല്ല ചൂടുവെള്ളം, ഒരു 1/4 കപ്പോളം നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടിക്ക് പിടിച്ച് പോകുന്നതുകൊണ്ടാണ് ഒന്ന് എല്ലാം മിക്സാക്കിയിട്ട് ലോ ഫ്ലെയിമിലവിടെ അടച്ച് വെക്കുക. ആ സമയത്ത് നമുക്ക് ഇപ്പുറത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കാനും ഞാൻ 2 ടേബിൾ സ്പൂണോളം നെയ്യും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ച് കോരുന്നുണ്ട്. ഉള്ളിയെല്ലാം കുറച്ച് അധികം ബിരിയാണിയിലങ്ങനെ ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ച് അധികം എടുക്കുക. പിന്നെ കാഷ്യൂസും കിസ്മിസ് എല്ലാം ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും ഇടാം. ഞാൻ അത് രണ്ടും ഇടുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉള്ളി മാത്രം, ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം ഞാനത് ഒന്ന് കോരി മാറ്റുന്നുണ്ട്. ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കുന്നുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഒരു ചെറിയ ബേ ലീഫ്, കറിവേപ്പില, പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ടാക്കിയിട്ടിന്. പിന്നെ വെള്ളം, ഞാൻ 3 കപ്പ് അരി എടുക്കുന്നത്, അതുകൊണ്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവ് വെള്ളം എന്നുള്ള രീതിയിൽ 3 കപ്പ് അരി എടുത്തുകൊണ്ട് 4.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന്. ഞാൻ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വന്നിന് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 3 കപ്പ് അരി നല്ലോണം കഴുകി ജീരകശാല റൈസാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾ എത്രയാണോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലേ റൈസായി കഴിഞ്ഞാൽ കറക്റ്റ് ഉപ്പുണ്ടാവും. അപ്പോൾ ഇതാ വെള്ളം ഒരു പകുതി വറ്റിയാൽ ഒന്ന് നിരത്തി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുക. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് എടുത്ത് മറിച്ച് വെക്കേണ്ടി വരും കേട്ടോ. മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. നല്ല ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചാൽ മതി നെയ്ച്ചോറ്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ മസാല റെഡി ആയിന്. ഇതേണ്ട ഇങ്ങനെ ഉടച്ച് നോക്കുന്ന സമയത്ത് ചക്ക നല്ല വെന്തുടഞ്ഞ് വരണം. എന്നാൽ മൊത്തം ഉടഞ്ഞു പോകാൻ പാടില്ല, ഉടക്കുന്ന സമയത്ത് മാത്രമേ ഉടയാനും പാടുള്ളൂ, എന്നാൽ കട്ടിയായിട്ടിരിക്കാനും പാടില്ല കേട്ടോ. കറക്റ്റ് വേവാവണം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നെയ്ച്ചോറ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ദം ചെയ്തെടുക്കുക. ഞാൻ ദം നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നു. പിന്നെ ഞാൻ കളറൊന്നും യൂസ് ആക്കുന്നില്ല കേട്ടോ. ആദ്യത്തെ ലെയറിൽ മസാല വേണമെങ്കിൽ സെൻറ്ററിലും കുറച്ച് എടുത്തിട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ കുറച്ച് അളവിലല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിനൊന്നും ഇല്ലേനു. സെൻറ്ററിൽ ഗരം മസാല, ചെറുനാരങ്ങ നീര്, മല്ലിയില, പിന്നെ പൊരിച്ച ഉള്ളി, കാഷ്നട്ടും കിസ്മിസും വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ ചോറിട്ടിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് 4 ആൾക്കും ഒരൊറ്റ പ്രാവശ്യം കഴിക്കാൻ മാത്രമേ ഉള്ളതേ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ അതേപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് ലെയറിൽ ഞാൻ ചെയ്തെടുത്തതിന്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നല്ലോണം ചൂട് കയറുന്നവരെ ദം ചെയ്തെടുക്കുക.
ശരിക്കും പറയുന്നെങ്കിൽ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇങ്ങനെ സെർവ് ചെയ്താൽ മതി. ആ മസാലയിലെ ചക്കയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ്, നല്ല ടെൻഡറായിട്ടുണ്ടാവും. ഉള്ളിൽ മസാലയെല്ലാം കയറിയിട്ട് നല്ല അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ നാളെ നോമ്പെല്ലാം തുടങ്ങുന്നല്ലേ, ചിലപ്പോൾ ഉണ്ടാക്കാൻ ടൈം ഉണ്ടാവില്ല. നോമ്പ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചക്ക ഇടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിയിട്ടാ. ഇഷ്ടമാവും. ഒരു പ്രാവശ്യം കഴിക്കാൻ നല്ലതാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാനും എല്ലാം നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ റമദാൻ ഷോപ്പിംഗ് കാണാം. ഒന്ന് പുറത്തെല്ലാം ഇറങ്ങാൻ 1000. ഞാൻ വന്നിട്ട് ഒരു സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലേനു കേട്ടോ. അപ്പോൾ എന്തായാലും നോമ്പെല്ലാം തുടങ്ങുന്നില്ലേ, കുറച്ച് സാധനം എന്തായാലും വേണം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇല്ലേ, മാഷാ അല്ലാ, റമദാനായാൽ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. കുറേ ഇങ്ങനത്തെ ലാൻഡേൺസും ഡെക്കറേഷൻ ഐറ്റംസും എല്ലാം ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. പിന്നെ നല്ല തിരക്കും ഉണ്ടാവും. എല്ലാവരും അതിൻ്റെ തലേന്നെല്ലായിട്ട് സാധനം വാങ്ങാനെല്ലാം വന്ന് നല്ല തിരക്കും ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ. എനിക്കിതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. എല്ലാം വാങ്ങാൻ തോന്നും. ആലോ അതിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ വാട്ടർഫോളോ ഒക്കെ. പിന്നെ ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും ഇത്രയും കളക്ഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കണ്ടിട്ടില്ല. ഇതെല്ലാം ഇപ്രാവശ്യം പുതിയ വന്നയാ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു വീടാണെങ്കിൽ ഹാങ് ചെയ്യാനുള്ള സ്ഥലം എല്ലാം ഉണ്ടാവില്ലേ. നമ്മളെ റൂമിൽ അങ്ങനത്തെ ഹാങ് ചെയ്ത് വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും എല്ലാം ഈ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഈ സാധനവും ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിന്, ഈ ഒരു ലാൻഡേൺ. അപ്പോൾ സെയിം എൻ്റെ അടുത്തുണ്ട്, റൂമിലുണ്ട് ഇത്. അപ്പോൾ അതും ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ പുതിയ കുറേ കളക്ഷൻസും ഉണ്ട്. ഉറുമ്പിന്റെ വീട് ക്യാൻറ്റീനുണ്ട്. പിച്ചുവിന്റെ പുറത്തേക്ക് ഇതിൻ്റെ ഷേപ്പ് കാണാൻ നല്ല രസമില്ലേ. ഇങ്ങനത്തെ ചെറിയ ക്യാൻഡിൽ ഉണ്ടാവും. ഞാൻ ആദ്യം വിചാരിച്ചത് വലിയ ക്യാൻഡിലാണെന്ന്, പക്ഷെ പിന്നെ മനസ്സിലായത് ടിഷ്യൂ ഹോൾഡറാണെന്ന്. നല്ല രസമുണ്ടായിരുന്നു. സെറാമിക് ആയിട്ട്. ചെറുതോ മതി അത്ര. സ്ട്രോബെറി ഇല്ല. ഹനാരോ ട്രോളി പോലും എത്തുന്നില്ല. നോക്കട്ടെ. അപ്പോൾ ഇല്ലേ, ഞാൻ ഈ കസ്റ്റർഡ് പൗഡർ, ഈസ്റ്റ്, ജെല്ലി പൗഡർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ പരിപ്പ്, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സ്നാക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം വാങ്ങി. പിന്നെ ഈ ഷവർമ പോലത്തെ ഐറ്റംസ് ഉണ്ടാക്കാൻ ക്യാബേജ് ഒന്ന് എടുത്തിന്. പക്ഷേ ഈ ക്യാബേജ് എടുത്ത ശരിക്കും പെട്ടു കേട്ടോ. ഒരിക്കലും തീരൂല. റമളാൻ കഴിയുന്നവർ ആ ക്യാബേജ് അവിടെ ബാക്കിയുണ്ടാവും. കാര്യം നമുക്ക് കുറച്ചല്ലേ വേണ്ടൂ. അങ്ങനത്തെ ഷവർമ പോലത്തെ ഐറ്റംസ് ഒന്നും ആലുവും ഇന്നൊന്നും അങ്ങനെ അവർ വല്ലാണ്ട് കഴിക്കൂല, അതിലെ ക്യാബേജ് പോലത്തെ ഒന്നും. പിന്നെ നമുക്ക് രണ്ടാക്കും മാത്രം അങ്ങനത്തെ ഉണ്ടാക്കി നോമ്പ് കഴിയുന്നവരെ ക്യാബേജെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ്. പിന്നില്ലേ, ഇപ്രാവശ്യം നോക്കുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ സ്മൂത്തി അങ്ങനത്തെ
ഐറ്റംസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ തോന്നുന്നില്ല. കാര്യം തണുത്ത കുടിക്കാമെന്ന് വിചാരിക്കാൻ നമുക്ക് ഓർമ്മിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്രാവശ്യത്തെ നോമ്പിന് ഫുള്ള് ചൂടുള്ള തന്നെ ആയിരിക്കും. ജ്യൂസൊന്നും ഉണ്ടാക്കലുണ്ടാവില്ല. എന്നാലും ലൈം എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ലൈമാക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ചധികം ലൈം എടുത്തിന്. എനിക്ക് ഈ ലൈം വെച്ചിട്ട് സർബത്ത് ഉണ്ടാക്കി വെക്കണം. സ്ക്വാഷ്, ലൈമും മിൻറ്റെല്ലാം വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യം സിസ്റ്ററെല്ലാം മാറ്റി ബ്രൈറ്റ്സ് റൂമില്ല. പിന്നെ കുറച്ച് ഈത്തപ്പഴവും എല്ലാം വാങ്ങി. അപ്പോൾ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. കുറേ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങാനൊന്നുമില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഈ ഗ്ലാസും കുറച്ച് പ്ലേറ്റും അങ്ങനെയെല്ലാം വാങ്ങലുണ്ടായിരുന്നു. ഇപ്രാവശ്യം കൂടുതലും ഓൺലൈനിലെല്ലാം ഞാൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിയേന്. ഇൻഷാല്ലാ വാങ്ങിയതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇവിടുന്ന് വാങ്ങിയ ലാൻറ്റേണും എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഈ ഒരു വീഡിയോയിൽ എനിക്കങ്ങനെ കാണിക്കാനും ഷൂട്ട് ചെയ്യാനൊന്നുള്ള ടൈം കിട്ടിയിട്ടില്ല. എന്താ പറയുക, ഒന്നാമതൊന്നിനും മൂടില്ല, ഒന്ന് ശരിയായി വന്നിട്ടില്ല. പനി വരുന്ന പോലെ അല്ലല്ലോ, പോകാൻ കുറച്ച് ദിവസം എടുക്കുമല്ലോ. പിന്നെ കുറച്ച് ബുക്കിൻ്റെ ഏരിയയിലെല്ലാം കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം വാങ്ങിയത് ചേഞ്ച് ആക്കിയിട്ട് രണ്ടാമത് വേറൊന്ന് നോക്കിയെടുക്കല. ഞാൻ ആദ്യം എടുത്ത പറഞ്ഞ് രസമില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഞാൻ ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ച് ഇല്ലാത്ത സമയത്തേനു കേട്ടോ. എന്നോട് ഇറക്കിയിട്ട് പോയെന്ന് ചെയ്തിന്. അങ്ങനെ ഞാനൊന്ന് നോക്കി ചേഞ്ച് ആക്കല. എനിക്ക് ഇടുന്ന് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കാണുമ്പോൾ എല്ലാം വാങ്ങിയാലോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ കുറേ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എന്താ പറയുക, ഒരു സിംഗിൾ പീസ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. പിന്നെന്താ, അപ്പം അത്രയെല്ലാം തന്നെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗും ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യല. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് റമളാനിലെ വിശേഷങ്ങളെല്ലാം ആയിട്ട് ഇനിയിപ്പോൾ ഇൻഷാല്ലാ നാളെ റമളാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. ഇന്ത്യയിലെപ്പോൾ സ്റ്റാർട്ട്, കേരളത്തിലെപ്പോൾ എന്നറിയില്ല. നമുക്ക് മിക്കവാറും നാളെ തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നു, ശനിയാഴ്ച. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.